ഇപ്പോൾ ശ്രീ VPP മുസ്തഫ പറയുന്ന കേട്ടല്ലോ, സമരവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രതികരണങ്ങളിൽ ഒരു മയപ്പെടലുണ്ട്. കൂട്ടേണ്ടതുണ്ട്, ഇവരുടെ ഓണറേറിയം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവർക്ക് കിട്ടുന്ന തുക കൂട്ടേണ്ടതുണ്ട്, പക്ഷേ കൂട്ടേണ്ടത് ഞങ്ങളല്ല, കേന്ദ്രമാണ്. സ്മൃതി, ഈ സമീപനം മൃദുവായി എന്ന് പറയുമ്പോൾ ഈ കർഷക സമരത്തെക്കുറിച്ച് ഇവർ രണ്ടുപേരും പറഞ്ഞല്ലോ. ഈ കർഷക സമരത്തിൻ്റെ സ്ഥാനത്ത് ആശാസമരമെന്നും പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് മുഖ്യമന്ത്രി എന്നും കേന്ദ്രത്തിൻ്റെ സ്ഥാനത്ത് കേരളമെന്നും ചേർത്ത് വായിച്ചാൽ, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു വർഷത്തോളം നീണ്ടു നിന്ന കർഷക സമരത്തോട് കേന്ദ്രം സ്വീകരിച്ചു എന്ന് ഞാനും VPP മുസ്തഫയൊക്കെ പറയുന്ന തുല്യ അളവിൽ വിമർശിക്കുന്ന ആ തെറ്റായ സമീപനത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് കാണിക്കുന്നത്? ഇപ്പോൾ പറഞ്ഞല്ലോ പ്രധാനമന്ത്രി ചർച്ച ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മുഖ്യമന്ത്രി ഇതുവരെ വരെ കണ്ടിട്ടുണ്ടോ? അന്ന് ചർച്ച നടത്തിയത് മൻസുഖ് മാളവ്യ മറ്റായിരുന്നു. ഇപ്പോൾ ചർച്ച നടന്ന ആരോഗ്യമന്ത്രി. എന്താ മുഖ്യമന്ത്രിക്ക് ഇവരെ ഒന്ന് കണ്ടിട്ട് ചർച്ച നടത്തി ഈ വിഷയം പരിഹരിച്ച എന്താ കുഴപ്പം? അവിടെ അതിർത്തിയാണ് നടത്തിയത്, ഡൽഹിയിലേക്കുള്ള അതിർത്തി. മിനിഞ്ഞാന്നോ മറ്റേ ഇവർ സമരം നടത്തുമ്പോൾ ഇവരുടെ കയ്യിൽ തൽക്കാലം ഈ അതിർത്തി ഒന്നും ഇല്ലാത്തതുകൊണ്ട് സെക്രട്ടേറിയറ്റ് വളപ്പിലെ കക്കൂസ് കൂട്ടി അതിന്റെ കയ്യിൽ വെക്കുന്ന അവിടെ കർഷകർ വിചാരിക്കുകയാണ്. ശ്രീ ഷിബു മീരാൻ, വിജയരാഘവൻ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് പ്രതികരണം. ആശാസമരം നടത്തുന്നത് യഥാർത്ഥ ആശകളല്ല. റോസമ്മ കേൾക്കണം. ക്യാഷ് കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണ്. 500 ആളുകളെ എവിടെ നിന്നൊക്കെയോ പിടിച്ചുകൊണ്ടുവന്ന് ക്യാഷും ചോറും കൊടുത്തിരുത്തിയിരിക്കുകയാണ്. അവർ പോവുകയൊന്നുമല്ല, 6 മാസത്തെ സമരമാണ്. ആശ കഴിഞ്ഞാൽ അംഗനവാടിയെ പിടിച്ചുകൊണ്ടുവന്നിരുത്തും. ആശാസമരം ഗൂഢാലോചന. മൂന്നാമതും ഇടതുപക്ഷ ഭരണം വരാതിരിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ പ്രസ്താവനയാണ്. ആദ്യം റോസമ്മ ഒന്ന് പ്രതികരിക്കൂ. ഇവരെന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഞങ്ങളുടെ ന്യായമാണോ, ഞങ്ങളുടെ വസ്തുതാപരമായ ന്യായമാണോ എന്നല്ലേ അന്വേഷിക്കാനുള്ളത്. ഞങ്ങളുടെ എണ്ണം എന്നേ ഷോർട്ട് ചെയ്ത് സംസാരിക്കുക ഇവർ. ഇന്ന് വരെ ഇവർ ന്യായമായ ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങൾ സമരത്തിനിറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടോ? ആദ്യം അവർ പറഞ്ഞു CIT യൂണിയൻകാരില്ലാതെ ഇവർ സമരം ചെയ്ത് നേടുന്നൊന്നും നമുക്ക് കാണാം. പിന്നീട് അവർ പറഞ്ഞു ഈർക്കിലി പാർട്ടിയാണെന്ന്. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അവരെന്തൊക്കെയാണ് പറഞ്ഞത്. അതിനെയെല്ലാം നഖശിഖാന്തം ഞങ്ങൾ എതിർത്ത് ധൈര്യമായി മുന്നോട്ട് പോയി. നിങ്ങൾ നാളെ നിരാഹാര സമരം തുടങ്ങുകയാണല്ലോ. നാളെ നിരാഹാരം 3 പേർ വീതം നിരാഹാരം ഇരിക്കുന്നു. അതപ്പോൾ നിരാഹാരം ഇരുന്ന് 3 നേതാക്കൾ തളർന്നു കഴിയുമ്പോൾ അടുത്ത 3 പേർ എന്നതാണോ നിങ്ങൾ ആലോചിക്കുന്നത്? നിങ്ങളുടെ സമരം ഒരു 6 മാസത്തേക്കുള്ള പ്ലാൻ ആണെന്നാണ് വിജയരാഘവൻ പറയുന്നത്. അതെ, അവരാണല്ലോ ഞങ്ങൾ സമരം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഫെബ്രുവരി 10-ാം തീയതി ഞങ്ങൾ സമരം ചെയ്യുന്നു. ഫെബ്രുവരി 6-ാം തീയതി അവർ അനിശ്ചിതകാല സമരം നിർമ്മിച്ചു. അവർ യഥാർത്ഥ ആശമാരെ കൂട്ടിക്കൊണ്ടാണല്ലോ അന്ന് അവർ വന്നത്. അന്നേരം AGS ഓഫീസിൻ്റെ മുൻപിൽ സമരം നടത്തിയപ്പം രാപകൽ സമരം പറഞ്ഞുകൊണ്ട് പോയിട്ട് NHM ഓഫീസിൻ്റെ ഫ്രണ്ടിൽ രാപകൽ സമരം എന്ന് പറഞ്ഞിട്ട് അവരൊരു 3.25 മണിക്കൂർ നേരം അവിടെ ഇരുന്നായിരുന്നു. അപ്പോഴവർക്കറിയാമല്ലോ യഥാർത്ഥ ആശമാർ വന്നിട്ട് എന്തുകൊണ്ട് അവിടെ ഇരുന്നില്ല. ഞങ്ങളൊക്കെ കൂലിക്കെടുത്ത ആശമാരാണ്, ശരിയാ, സമ്മതിച്ചു. ഞങ്ങൾ ഈ 38 ദിവസം കൊണ്ട് രാപകലില്ലാതെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഈ യഥാർത്ഥത്തിലുള്ള ആശമാർ വേതനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ വന്ന് രാപകൽ സമരം നടത്തിയിട്ട് 3.25 മണിക്കൂർ കൊണ്ട് JPHമാരെയും JHമാരെയും സർക്കാരിനെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും കുറ്റം പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയല്ലോ. എന്നിട്ട് അവരെന്തെങ്കിലും നേടിയോ? അപ്പം ഞങ്ങൾ യഥാർത്ഥ ആശമാരല്ല, ശരിയാ, സമ്മതിച്ചു. അത് ഞങ്ങൾ കൂലിക്ക് വന്നവർ തന്നെയാണ്. ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയത് തട്ടിപ്പുകാരെ വിളിച്ചിട്ടാണോ? എന്തൊരു അധിക്ഷേപമാണ് ശ്രീ VPP മുസ്തഫ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗം ചെയ്യുന്നത്? അതെ. അപ്പോഴ് ആരോഗ്യമന്ത്രി തട്ടിപ്പുകാരുടെ പ്രതിനിധികളെ വിളിച്ചാണോ എന്ന് ചർച്ച നടത്തിയത്? അതാണല്ലോ അദ്ദേഹം പറയുന്നത്. യഥാർത്ഥം മറച്ചു വെക്കാൻ ശ്രീ VPP മുസ്തഫ പറയട്ടെ. രാഷ്ട്രീയമായിട്ട് വരുന്ന ഇടതുപക്ഷ സർക്കാരിനും CPIM-നുമെതിരെ രാഷ്ട്രീയമായിട്ട് വരുന്ന വിമർശനങ്ങൾക്കെതിരെ രാഷ്ട്രീയമായിട്ടുള്ള മറുപടികൾ ഉണ്ടാകും. അവരുടെ ആവശ്യം ഉന്നയിച്ച് ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആശമാർ തെരുവിൽ എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന് താങ്കൾ അടക്കം പറഞ്ഞു. അവരുടെ ആവശ്യം അംഗീകരിക്കേണ്ടതാണ്, നടപ്പാക്കേണ്ടതാണെന്ന് താങ്കൾ അടക്കം പറയുന്നു. എന്നിട്ട് ഒരു വശത്ത് അപ്പുറത്തുനിന്ന് ഒരു നേതാവ് പറയും SDPയും ജമാഅത്തെ ഇസ്ലാമിയും ആണ് ഇവർക്ക് പിന്നിലെന്ന്. പിന്നെ മറുവശത്ത് പറയും ഇവർ കള്ള സമരക്കാരാണെന്ന്, ഇവർക്ക് ക്യാഷ് കൊടുത്ത് വന്നിരിക്കുകയാണെന്ന്. എങ്ങനെ പറയാൻ തോന്നുന്നു? ആ വെയിലും മഴയും കൊണ്ട് അവർ ക്ഷീണിച്ച് ശബ്ദമിടറി. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? കാണുന്നതല്ലേ, 38 ദിവസമായില്ലേ.
ഈ കള്ളത്തരം കൊണ്ട് 38 ദിവസം ആരെങ്കിലും ഇരിക്കുമോ? ഇനി അങ്ങോട്ട് ഇരിക്കാൻ തീരുമാനിക്കുമോ? ഒരു മിനിറ്റ് ശ്രീ VP മുസ്തഫ, ഇതാണോ സ്ത്രീപക്ഷ സർക്കാർ? ഇതാണോ സ്ത്രീപക്ഷ സർക്കാർ? സമരത്തോടുള്ള സർക്കാരിൻ്റെ സമീപനം സർക്കാർ ആ നിലയിൽ ജനാധിപത്യപരമായിട്ട് തന്നെ ചെയ്യും. എന്നാൽ ആ സർക്കാരിനെ നയിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും CPIM-നുമെതിരെ വരുന്ന രാഷ്ട്രീയമായ വിമർശനങ്ങളെ രാഷ്ട്രീയമായിട്ട് തന്നെ ആ പാർട്ടിയുടെ നേതാക്കൾ നേരിടും. അതിലൊന്നും തർക്കം വേണ്ട. CPM-നെ വിമർശിച്ചുകൊണ്ടാണോ അവർ സമരം ചെയ്യുന്നത്? അവർ സർക്കാരിനോടല്ലേ അവർ ആവശ്യം ഉന്നയിക്കുന്നത്? അവര് ഈ ഗവൺമെന്റേ ഇനി പാടില്ല എന്നുള്ള നിലയിലൊക്കെയുള്ള പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളിൽ വന്നല്ലോ. ഇതെന്ത് ഇടതുപക്ഷമാണ് എന്നുള്ള രാഷ്ട്രീയമായ ചോദ്യങ്ങൾ വന്നല്ലോ. സ്വാഭാവികമായിട്ടും അതിനെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാൻ ഞങ്ങൾക്കും അവകാശമില്ല. അവകാശമില്ലേ? ആശയല്ല എന്ന് താങ്കൾ പറയുന്നുണ്ടോ? ഈ ചർച്ചയിൽ ഇരിക്കുന്ന റോസമ്മ തട്ടിപ്പുകാരിയാണെന്ന് പറയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചിട്ടല്ലോ പറഞ്ഞത്. അല്ല, അങ്ങനെയല്ലല്ലോ. അവിടെ ഇരിക്കുന്ന മുഴുവൻ വ്യക്തികളെയുമാണ്. സമരത്തിലിരിക്കുന്ന 400 പേര്, നിങ്ങളുടെ തുച്ഛക്കണക്ക്. അതേ ഒരു 100 കൂട്ടിയിട്ടുണ്ട് 500 തട്ടിപ്പുകാർ അല്ലേ? നിങ്ങളിപ്പോ ചോദിച്ച പോലെ അങ്ങനെയാണെങ്കിൽ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് സമരസംഘടനയുടെ നേതാവായി ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നത് ആരാ? ആശയാണോ? നിങ്ങൾ വിളിച്ചിട്ടല്ലേ? കേരളത്തിൽ എവിടെയാ ഒരു പുരുഷൻ ആശയായിട്ടുള്ളത്? ഒരു പുരുഷൻ ആരുടെ ആശയായിട്ടുള്ളത്? താങ്കളാണ് ഇപ്പൊ എന്നോട് ചോദിച്ചത്. അല്ല, താങ്കൾ എന്നോട് ഇപ്പൊ ചോദിച്ചത് എന്താ? റോസമ്മ തട്ടിപ്പുകാരിയാണോ? അപ്പൊ റോസമ്മ ഇന്ന് മന്ത്രിയുമായിട്ട് ചർച്ചയ്ക്ക് കൂട്ടി വന്ന സദാനന്ദൻ ആരാണ്? സദാനന്ദൻ ആശയാണോ? സദാനന്ദനെ ചർച്ചയ്ക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ആശയുടെ പ്രതിനിധിയായിട്ട്. ആ സദാനന്ദൻ അങ്ങനെ ഒരു ആശയുണ്ടോ കേരളത്തിൽ? ഈ 26,000-ഓളം ആശമാരുടെ കൂട്ടത്തിൽ വിമർശനങ്ങൾ ഞങ്ങൾ നടത്തുന്നു. കാരണം എന്തൊക്കെ ന്യായമാണ് ശ്രീ VP മുസ്തഫ? ഷിബു മീരാൻ വേഗം അല്ല, താങ്കൾ പറ. അല്ല, ന്യായമല്ലോ. താങ്കൾ എന്നോട് റോസമ്മ ഇതാണോ എന്ന് ചോദിച്ചാൽ റോസമ്മ കൂട്ടിക്കൊണ്ട് വന്ന സദാനന്ദൻ ആരാണെന്ന് നിങ്ങൾ പറയണ്ടേ? റോസമ്മ പറയട്ടെ. ഷിബു മീരാൻ വേഗം. ശ്രീ VP മുസ്തഫ, എന്റെ അവസരം. ഒറ്റ മിനിറ്റ്. ഒറ്റ മിനിറ്റ് റോസമ്മ വരാം. ഷിബു മീരാൻ പെട്ടെന്ന്. എന്റെ സമയമാണ് ശ്രീമതി. പെട്ടെന്ന് പറയൂ. ഈ വിജയരാഘവൻ ഈ CPM-ന്റെ കങ്കണ റാവത്ത അവർ പറഞ്ഞല്ലോ 100-150 വാങ്ങി. ഇവിടെ ഇങ്ങനെ പറയല്ലേ പൈസ വാങ്ങിയിട്ടാണ് സമരത്തിന് ഇരിക്കുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ VP മുസ്തഫ? സദാനന്ദൻ ചർച്ചയ്ക്ക് വന്നു. ഈ P രാജീവ്, എളമരം കരീം ഒക്കെ എത്ര ട്രേഡ് യൂണിയന്റെ പ്രസിഡന്റുമാരാ? ആയുസിലൊരു ദിവസം മേലാണെങ്കിൽ പണിയെടുത്തിട്ടാണോ ഇവർ ട്രേഡ് യൂണിയൻ നയിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കും അറിയാത്തത്? ട്രേഡ് യൂണിയനിൽ അതിൽ ബന്ധപ്പെടാത്ത പലരും ആ യൂണിയന് നേതൃത്വം കൊടുക്കുക. ഇതറിയാത്ത ആളാണ് VP മുസ്തഫ. അവരെ രാവിലെ വിളിച്ച് ചർച്ചയ്ക്ക് ഇരുത്തുക, അവരെ അധിക്ഷേപിച്ച് ഇറക്കി വിടുക, എന്നിട്ട് ഭൂലോക തോൽവി രാഘവനായ അവർ ഈ മട്ടിൽ അധിക്ഷേപം പറയാം. പിണറായി അവസാനിക്കും ഈ പാർട്ടിക്ക്. കണ്ടോ? റോസമ്മ എന്ന് പറഞ്ഞോട്ടെ. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന അഖിലേന്ത്യാ തലത്തിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സംഘടനയുടെ പ്രസിഡൻ്റാണ് ഞങ്ങളുടെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ബഹുമാനപ്പെട്ട സദാനന്ദൻ അവറുകൾ. ഈ ഓരോ CIT യൂണിയൻ ആയിരുന്നാലും ഓരോ യൂണിയനും തൊഴിലാളി സംഘടനകൾക്കെല്ലാം തന്നെ അവരുടെ തലപ്പത്തിരിക്കുന്ന ഓരോ പ്രത്യേക ആൾക്കാരുണ്ടാകും. അപ്പം അതേപോലെ ഞങ്ങളുടെ അഖിലേന്ത്യാ തലത്തിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സംഘടനയുടെ യഥാർത്ഥ പ്രസിഡൻ്റാണ്, സംസ്ഥാന പ്രസിഡൻ്റാണ് സദാനന്ദൻ സാറ്. അപ്പോഴേ ഞാൻ ഇതിൻ്റെ ശരിയായിട്ടുള്ള വശങ്ങൾ എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ഇത് കേൾക്കുന്നവർക്കും മനസ്സിലാവുന്നുണ്ട്. അതിനിടയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനിങ്ങനെ ഈ ഒരുപാട് ചർച്ചകളിലൊന്നും ഇങ്ങനെ പങ്കെടുത്തിട്ടുള്ള ആളുകളൊന്നുമല്ല. എനിക്ക് ആശ എന്ന് പറയുന്ന ആ ഒരു അഫിലിയേഷനിൽ മാത്രം സംസാരിക്കാനേ എനിക്കറിയാവൂ. അപ്പോൾ ഞാനൊന്ന് പറയാം. ഈ സംഘടനയെ പറ്റി പറയുമ്പോൾ ഇവരെന്ന് തൊട്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത്? ഇവർ യഥാർത്ഥത്തിൽ തൊഴിലാളികളെ സ്നേഹിക്കുന്നവർ അല്ല.
ഞങ്ങൾ തൊഴിലാളികളാണെന്ന് അംഗീകരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഘോരം പ്രസംഗിക്കുന്ന ഇവരൊന്നും യഥാർത്ഥ ആശമാരാണോ ഇല്ലയോ എന്നറിയാൻ ഈ 38 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം വന്ന് ഈ ആരോഗ്യമന്ത്രിക്കോ ഈ ധനകാര്യ വകുപ്പിനോ അതല്ല ഈ മുഖ്യമന്ത്രിക്കോ വന്ന് ഞങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് ഒന്ന് പരിശോധിച്ചുകൂടെ? ഞങ്ങളിൽ എത്ര പേരവിടെ യഥാർത്ഥ ആശമാരുണ്ട്? 400 ആണോ 1000 ആണോ 500 ചോദിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റായി എളമരം കരീമിനെ വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹം ഇലക്ട്രിസിറ്റി വകുപ്പിലാണോ എന്നൊരു ചോദ്യം കൂടി ഉന്നയിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നാളെ നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ് ആശമാർ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.